ഭൈരവനെ ഇല്ലായ്മ ചെയ്ത് മഹാകാലയന്ത്രം കൈവശപ്പെടുത്താൻ കഴിയാഞ്ഞിട്ടല്ല. ആ വൃദ്ധതാപസൻ വാക്കുകൾ നിർത്തി. ജ്വലിക്കുന്ന തപോനേത്രങ്ങൾ കൊണ്ട് സൂര്യൻ തിരുമേനിയെ ഒഴിഞ്ഞു നോക്കി. വീണ്ടും അദ്ദേഹം വാക്കുകൾ തുടർന്നു. ഒരു ജീവനെപ്പോലും ഉപദ്രവിക്കരുതെന്ന് വിശ്വസിക്കുന്ന തപോഭൂമിയിലെ സന്യാസി സമൂഹത്തിലെ ഒരു കണ്ണിയാണ് ഞാനും. നൂലായ്മകളുടെ കെട്ടുകൾ പൊട്ടിച്ച് ഭൈരവന് നിത്യമോക്ഷം കൊടുക്കുവാൻ അണലിക്കാട്ടില്ലത്തെ മാന്ത്രികൻ തന്നെ വേണമെന്നുള്ളത് ഒരുപക്ഷെ ചരിത്ര നിയോഗമായിരിക്കാം. സന്യാസി എന്നത് മോക്ഷമാർഗങ്ങളിലൂടെ മാത്രം യാത്ര ചെയ്യേണ്ടവൻ എന്നതാണ് അർത്ഥം. അദ്ദേഹം അല്പനേരം വാക്കുകൾ നിർത്തി. കണ്ണുകൾ അടച്ചു. വീണ്ടും കണ്ണുകൾ തുറന്നു. പതിഞ്ഞ ശബ്ദത്തിൽ തുടർന്നു. ലോക നന്മയ്ക്കായി മഹാകാലയന്ത്രമെന്ന മഹാഗ്രന്ഥം സൂക്ഷിക്കുക. ഭൂമിയിലെ ജീവജാലങ്ങൾക്കായി പ്രാർത്ഥിക്കുക എന്നതാണ് കാലങ്ങളായി ഞങ്ങൾ ചെയ്തു പോരുന്നത്. ദുഷ്ടശക്തികൾക്കെതിരെ പ്രവർത്തിക്കുവാനല്ല, പ്രാർത്ഥിക്കുക എന്നതാണ് ഞങ്ങളുടെ നിയോഗം. അതിനാൽ തപോഭൂമിയിലെ മഹാഗുരുക്കന്മാരുടെ പ്രാർത്ഥന നിനക്കുണ്ടാകുമെന്ന് ബാബാജി അറിയിച്ചതിൻ പ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയത്. നിനക്ക് നന്മ വരട്ടെ. അദ്ദേഹം പറഞ്ഞു നിർത്തി. ആ പാദങ്ങളിൽ സൂര്യൻ സാഷ്ടാംഗം വീണു. സൂര്യൻ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. പുലർക്കാലത്ത് കണ്ട ഒരു സ്വപ്നമായിരുന്നു. ഹിമഭൂമിയിലെ മഹാഗുരുക്കന്മാരിൽ ഒരാൾ സ്വപ്നത്തിലൂടെ തന്നോട് സംസാരിച്ചതാണ്. ചുവരിലെ ക്ലോക്കിലേക്ക് അദ്ദേഹം നോക്കി. സമയം 3 AM. രാത്രിയുടെ 1-ാം യാമം തുടങ്ങിയിരിക്കുന്നു. കിടന്ന കിടപ്പിൽ ഭൂമിദേവിയെ അദ്ദേഹം തൊഴുതു. കുളക്കരയിലെ തേവാരപ്പുരയിലേക്ക് പോകുവാൻ കുത്തുവിളക്കിൻ്റെ തിരിയിൽ അദ്ദേഹം നാളം തെളിച്ചു. നാളത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഭൈരവന്റെ നിത്യശാന്തിക്കായുള്ള ഹോമം തുടങ്ങണമെന്ന് രാശിപ്പലകയിലൂടെ തെളിഞ്ഞിരിക്കുന്നു. 4 വേദങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ ശക്തി ഉണർന്നു പ്രവർത്തിക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ സൂര്യന്റെ ചൂടോ ചന്ദ്രന്റെ തണുപ്പോ ബാധിക്കാത്ത മന്ത്രജപത്തിന് ഉചിതമായ സമയമാണ്. വിധിപ്രകാരമുള്ള കർമ്മങ്ങൾക്കു വേണ്ടിയുള്ള പൂജാദ്രവ്യങ്ങൾ ഒരുക്കേണ്ടതായുണ്ട്. ഭൈരവൻ അടങ്ങിയിരിക്കില്ലെന്ന് മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. ഭൈരവന്റെ ആത്മാവിന് ബന്ധങ്ങളിലൂടെയുള്ള നൂലായ്മ പിതൃബലിയിലൂടെ നഷ്ടമായിരിക്കുന്നു. അതിനാൽ അവന്റെ ശത്രുപക്ഷത്ത് തന്നെയാകും അണലിക്കാട്ടില്ലത്തെ സർവരും. മനുഷ്യരക്തം പാനം ചെയ്യുവാൻ തുടങ്ങിയ ഭൈരവൻ ഇനി ദയ അർഹിക്കുന്നില്ല. മഹാഹോമം മുടക്കുവാൻ എന്തു കുതന്ത്രങ്ങളും ചെയ്യുവാൻ ഭൈരവൻ മടിക്കില്ലെന്ന് തൻ്റെ ഉപബോധ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. എന്തും സംഭവിക്കാം. കുളത്തിൻ്റെ പടവിലെ മഞ്ഞുപോലെ തണുത്ത ജലത്തിൽ സൂര്യൻ പാദങ്ങൾ മുക്കി. ഗായത്രി മന്ത്രജപത്തോടെ ആ തണുത്ത വെള്ളത്തിൽ മുങ്ങി നിവർന്നു. വീണ്ടും മുങ്ങിയ തൻ്റെ കാലുകളിൽ എന്തോ ഒന്ന് പിടുത്തമിട്ട് കുളത്തിൻ്റെ നടുഭാഗത്തേക്ക് ശക്തമായി വലിച്ചുകൊണ്ടു പോകുന്നത് സൂര്യൻ തിരിച്ചറിഞ്ഞു. നിമിഷമാത്രകൾ കൊണ്ടാണ് സംഭവിച്ചത്. ഓർക്കാപ്പുറത്തെ ആക്രമണത്തിൽ സൂര്യൻ തിരുമേനി പതറിപ്പോയി. മഞ്ഞുകട്ടയുടെ തണുപ്പുള്ള കുളത്തിൻ്റെ ആഴങ്ങളിൽ പ്രാണവായുവിനായി സൂര്യൻ പിടഞ്ഞു. പെട്ടെന്ന് തപോഭൂമിയിലെ മഹാഗുരു തന്ന മോതിരം തൻ്റെ വിരലിൽ കിടന്ന് ശക്തമായി പ്രകാശിക്കുവാൻ തുടങ്ങി. ആ വെളിച്ചത്തിൽ കുളത്തിനടിയിലെ കാഴ്ചകൾ തെളിഞ്ഞു വന്നു. തൻ്റെ കാലുകളിലേക്ക് സൂര്യൻ നോക്കി. ഒരു നീരാളിയുടെ നാഗത്തെപ്പോലുള്ള കരങ്ങളാണ് തൻ്റെ കാലിൽ ചുറ്റിയത്. ആ പിടിയിൽ നിന്ന് വിടുവിക്കാൻ അദ്ദേഹം ശക്തമായി പിടഞ്ഞു. അപ്പോൾ കൂടുതൽ കരങ്ങളാൽ അദ്ദേഹം ചുറ്റപ്പെട്ടു. ശ്വാസകോശം പൊട്ടിപ്പോകുമെന്ന അവസ്ഥ. ദേവി, കുടുംബദേവിയെ ഹൃദയത്തിൽ വിളിച്ചു. മരണത്തിൻ്റെ തണുപ്പ് തന്നിൽ പടരുന്നു. പെട്ടെന്ന് ജലത്തിനടിയിലൂടെ ഒരു കറുത്ത രൂപം മുങ്ങാങ്കുഴിയിട്ട് തൻ്റെ അരികിലേക്ക് വരുന്നു. അരികിൽ വന്നപ്പോൾ ആ രൂപം വ്യക്തമായി. തന്നെ പിന്തുടരാറുള്ള ആ മഹാതാപസനാണ്. ആ നീരാളിയുടെ നാഗങ്ങൾ പോലുള്ള കൈകളുടെ ചുറ്റ് അദ്ദേഹം അഴിച്ചുമാറ്റി. പേടിയോടെ ആ നീരാളി രൂപം എവിടേക്കോ മറഞ്ഞു. ജലോപരിതലത്തേക്ക് സൂര്യനുമായി അദ്ദേഹം ഉയർന്നു.
പൊട്ടിപ്പോകാറായ ശ്വാസകോശത്തിലേക്ക് സൂര്യൻ നിറയെ വായു നിറച്ചു. കുളക്കടവിലേക്ക് സൂര്യനുമായി അദ്ദേഹം നീന്തി. കടവിലെ പടികളിലൊന്നിൽ സൂര്യനെ അദ്ദേഹം കിടത്തി. പിന്നീട് അദ്ദേഹം കുളത്തിനടിയിലേക്ക് തന്നെ ഊളിയിട്ടു. തക്ക സമയത്ത് അദ്ദേഹം വന്നില്ലായിരുന്നുവെങ്കിൽ കുളത്തിനടിയിൽ താൻ മരണപ്പെട്ടു പോയേനെ. ഒന്നു പ്രതികരിക്കുവാൻ പോലും സമയം തരാതെയാണ് ആ നീരാളി കുളത്തിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയത്. എത്ര വലിയ മഹാമന്ത്രവാദിയായാലും കാലിടറിപ്പോകുന്ന ഒരു വിനാഴിക മാത്രയിലാണ് ഭൈരവന്റെ ആക്രമണം ഉണ്ടായത്. ഭൈരവന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുന്നു. സൂര്യൻ കുളക്കടവിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. ഭഗവതിയുടെ തിരുനടയിലേക്ക് അദ്ദേഹം നടന്നു. അരണി കടഞ്ഞുള്ള അഗ്നിയാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ സൂര്യൻ ഹോമകുണ്ഡത്തിൽ ആ നാളം പകർന്നു. അണലിക്കാട്ടില്ലത്തു നിന്നും പലയിടത്തായി ചിതറിപ്പോയ ബന്ധുക്കളിൽ മിക്കവരും പകൽ തന്നെ വന്നു ചേർന്നിരുന്നു. മനുവും കാർത്തികേയനും ജോമോനും ആരോമലും മുൻനിരയിൽ തന്നെയുണ്ട്. ഇവിടെ പൂജ ആരംഭിക്കുന്ന സമയത്തു തന്നെ പള്ളിമേടയിൽ ദിവ്യ ആരാധന നടത്തുമെന്ന് ഫാദർ ജോൺ പറഞ്ഞത് സൂര്യൻ ഓർത്തു. അദ്ദേഹത്തെയും ഗുരുസ്ഥാനത്തായി സൂര്യൻ ഓർത്തു. യാഗമണ്ഡപം മുള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെടഞ്ഞ ഓലകൾ കൊണ്ട് മേൽക്കൂര മേഞ്ഞ് ചാണകം മെഴുകിയ വൃത്തിയുള്ള തറയിലാണ് ഹോമകുണ്ഡം തീർത്തിരുന്നത്. ഹോമാഗ്നിയിലെ തീനാളങ്ങൾ ജ്വലിച്ചു. അതിശക്തമായ ആവാഹന മന്ത്രം അദ്ദേഹത്തിൻ്റെ കണ്ഠനാളത്തിൽ നിന്നും ഉയർന്നു. സൂര്യൻ്റെ സ്വർണവർണ്ണ ശരീരത്തിലൂടെ വിയർപ്പുചാലുകൾ ഒഴുകുവാൻ തുടങ്ങി. അന്തരീക്ഷമാകെ ചൂടുപിടിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് കറുത്ത മഴമേഘങ്ങൾ എവിടെ നിന്നോ പറന്നെത്തി. ആഞ്ഞടിച്ച കാറ്റിൽ യാഗമണ്ഡപത്തിൻ്റെ ഓലക്കീറുകൾ എവിടേക്കോ പറന്നുപോയി. ആ കാറ്റിൽ മണ്ഡപത്തിൻ്റെ മുളം തൂണുകൾ ഇളകിയാടി. സൂര്യൻ ഒന്നും അറിയുന്നില്ല. ആവാഹനമന്ത്രത്തിൻ്റെ ഈരടികൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ചുണ്ടുകളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ മഴയുടെ കൂടെ ദിഗന്തം തകർക്കുന്ന മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. ഭൈരവന്റെ ആത്മാവ് ബന്ധിതമാകുന്നില്ല. മഴമേഘങ്ങൾ ഘോരമായി പെയ്തിറങ്ങുവാൻ തുടങ്ങി. ഹോമാഗ്നിയിലെ നാളങ്ങൾ അണയുവാൻ തുടങ്ങുന്നു. എല്ലാം മഹാമാന്ത്രികനായ ഭൈരവന്റെ മാന്ത്രിക വിദ്യകൾ തന്നെ. സൂര്യൻ ശക്തമായ മഴയിൽ എന്തു ചെയ്യണമെന്നറിയാതെയിരുന്നു. ഹോമാഗ്നിയിലെ അഗ്നിനാമ്പുകളുടെ ശക്തി കുറഞ്ഞുവരുന്നു. ശക്തമായ കാറ്റ് സർവ്വതും ചുഴറ്റിയെറിയുന്നു. മഹാപേമാരി പെയ്തിറങ്ങുന്നു. അതിനകമ്പടിയായി ദിഗന്തം തകർക്കുന്ന ഇടിയുടെ ശബ്ദം മുഴങ്ങുന്നു. ഹോമത്തിൽ സംബന്ധിക്കാനെത്തിയവർ ആർത്തനാദത്തോടെ കരഞ്ഞുകൊണ്ട് സുരക്ഷിതമായ ഇടങ്ങൾ തേടി പാഞ്ഞു. മഹാമാന്ത്രികനായ ഭൈരവൻ തൻ്റെ ആവാഹന ഹോമം തകർക്കുവാൻ മെനഞ്ഞ ഗൂഢതന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളെ വെല്ലുവിളിക്കും പോലെ ആഞ്ജയേന മന്ത്രങ്ങളുടെ നിഗൂഢ വരികൾ സൂര്യൻ തിരുമേനിയുടെ കണ്ഠത്തിൽ നിന്നും ഉയർന്നു. പെട്ടെന്ന് പിടിച്ചു നിർത്തിയതുപോലെ മഹാപേമാരിയും മിന്നൽ പിണരുകളുമെല്ലാം നിന്നു. വായുപുത്രന്റെ ആഗമനം തൻ്റെ ഉൾക്കണ്ണിലൂടെ സൂര്യൻ തിരുമേനി അറിഞ്ഞു. ഹോമാഗ്നിയിലേക്ക് പൂജാദ്രവ്യങ്ങൾ അദ്ദേഹം അർപ്പിച്ചു. നറുനെയ്യുടെ ഗന്ധം അവിടെ ആകെ നിറഞ്ഞു. അണയുവാൻ തുടങ്ങിയ അഗ്നിനാമ്പുകൾ തലയുയർത്തി. തോളിലൂടെ നനഞ്ഞു തീർന്ന നീണ്ട മുടിയിഴകൾ അദ്ദേഹം മാടിക്കെട്ടി. നിഗൂഢ മന്ത്രാക്ഷരങ്ങളിലൂടുള്ള ആവാഹന ഹോമത്തിൻ്റെ അത്യുംഗ ശൃംഗങ്ങളിലേക്ക് അദ്ദേഹം ഒരു പക്ഷിയെപ്പോലെ പറന്നുയർന്നു. ഭയത്താൽ ഓടിപ്പോയവരെല്ലാം തിരികെ എത്തി. സൂര്യൻ തിരുമേനിയുടെ കരങ്ങളിലൂടെ പകരുന്ന പൂജാദ്രവ്യങ്ങൾ ഹോമകുണ്ഡത്തിലെ അഗ്നിയുടെ ചുവന്ന നാവുകൾ ഏറ്റുവാങ്ങി. ഒടുവിൽ എല്ലാവരും ആ കാഴ്ചയിൽ തരിച്ചിരുന്നുപോയി. ഹോമകുണ്ഡത്തിനരികിലായി ആ ഭീകരൻ നായ നിൽക്കുന്നു. ദൈന്യത തോന്നുന്ന മുഖം. അതിൻ്റെ കണ്ണുകൾ ശാന്തമാണ്. ഉമിനീരൊഴുകുന്ന നാവ് വെളിയിലില്ല. ഒരു പേടമാനിൻ്റെ നിഷ്കളങ്കതയോടെയാണ് ആ നായ നിൽക്കുന്നത്. സൂര്യൻ തിരുമേനിയെ ദയനീയമായാണ് ആ നായ നോക്കി നിൽക്കുന്നത്. അവൻ്റെ ഭീകരതയൊക്കെ എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നു. അവൻ എന്തൊക്കെയോ പറയുവാനുള്ളതുപോലെ. ചുറ്റിനുമുള്ള എല്ലാവരെയും വളരെ ശാന്തമായി അവൻ നോക്കിക്കണ്ടു. അതിൻ്റെ കണ്ണുകളിൽ ഒരു നനവ് പടരുന്നതായി മനുവിന് തോന്നി. ഇതൊന്നും അറിയാതെ അതീവ ശക്തമായ ആവാഹന മന്ത്രശീലുകളിലൂടെ സൂര്യൻ തിരുമേനിയുടെ ഹൃദയം മുങ്ങിത്താഴുകയായിരുന്നു.
നായയുടെ ആഗമനം സൂര്യന്റെ ഉള്ളം നെഞ്ചിൽ അറിഞ്ഞു കഴിഞ്ഞു. സൂര്യൻ മെല്ലെ കണ്ണുകൾ തുറന്നു. ദൈന്യത തുളുമ്പുന്ന കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ആ നായയെ സൂര്യൻ കണ്ടു. അപ്പോൾ ആ നായ ഹോമകുണ്ഡത്തിനു മുന്നിലായി മുൻകാലുകൾ രണ്ടും ചേർത്തുവെച്ച്, ശരീരം ഭൂമിയോട് ചേർത്തുവെച്ച്, മുൻകാലുകളുടെ ഇടയിൽ തല കുമ്പിട്ട് വെച്ച് കനിവിനെന്ന പോലെ കിടന്നു. അപ്പോൾ ആ നായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണാമായിരുന്നു. ആ കാഴ്ചയിൽ മനസ്സ് പതറാതെ സൂര്യന്റെ കണ്ണുകൾ അടഞ്ഞു. ആവാഹന മന്ത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുകി. അപ്പോൾ എല്ലാവരും ആ കാഴ്ച കണ്ട് നടുങ്ങി. ശ്വാസമടക്കി എല്ലാവരും നിന്നു. ആ നായയുടെ ശരീരം വായുവിൽ അലിഞ്ഞു ചേരുന്നു. ധൂളികളായി അന്തരീക്ഷത്തിൽ ആ നായ അലിയുന്നു. ഒടുവിൽ നായ കിടന്ന ഇടം ശൂന്യമായി. അപ്പോൾ സൂര്യൻ തിരുമേനി കണ്ണുകൾ തുറന്നു. ഫാദർ ജോൺ കുന്നത്തുകുഴിയുടെ നേതൃത്വത്തിലാണ് നിഗൂഢമായ മുനിയറ അവർ കണ്ടെത്തിയത്. മനുവും കുടുംബവും കൂടാതെ സൂര്യൻ തിരുമേനിയും കാർത്തികേയനും ജോമോനും ഫാദറിനെ അനുഗമിച്ചിരുന്നു. ജോമോൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന റൂട്ട് മാപ്പ് ശരിയായ വഴി കണ്ടെത്തുന്നതിന് സഹായമായി. തകർന്നുകിടന്ന കൽത്തൂണുകളിൽ തട്ടി വീഴാതെ കഷ്ടപ്പെട്ടാണ് അവർ അവിടെ എത്തിയത്. മുനിയറയുടെ മുഖവാതിലിനു മുന്നിലായി എല്ലാവരും നിന്നു. ഫാദർ എല്ലാവരെയും തിരിഞ്ഞു നോക്കി. ഒടുവിൽ സൂര്യൻ തിരുമേനിയിൽ ആ നോട്ടം ചെന്നെത്തി. പവിത്രമായ ഗ്രന്ഥം മുനിയറയുടെ ഉള്ളിൽ നിന്നെടുക്കേണ്ടത് ആരോമലാണ്. എന്താ ശരിയല്ലേ? സൂര്യനോടായാണ് അദ്ദേഹം ചോദിച്ചത്. ഉചിതമായ ആ തീരുമാനത്തിൽ സൂര്യൻ ശിരസിളക്കി. ആരോമലിനെ മനു മുന്നിലേക്ക് നിർത്തി. സൂര്യൻ ആരോമലിന്റെ കരങ്ങളിൽ പിടിച്ച് മുഖവാതിലിനു മുന്നിലേക്ക് ചെന്നു. മന്ത്രജപത്തോടെ വാതിലിനരികിൽ സൂര്യൻ നിന്നു. ആ വലിയ വാതിൽ തനിയെ തുറക്കപ്പെട്ടു. പരിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കിയ ആരോമലിനെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ലെന്നർത്ഥത്തിൽ ഷെറിൻ നോക്കി. അവൻ ഇളയച്ഛനുമായി ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു. അറയുടെ അതിശയ ലോകത്തിലൂടെ അവർ നടന്നു. ഒടുവിൽ ശ്രീചക്രം പതിപ്പിച്ച മുറിയുടെ വാതിലിനു മുന്നിലായി അവർ എത്തി. അതിനുള്ളിലേക്ക് അവർ കാലുകൾ വെച്ചു. അവിടെ പീഠത്തിൽ വെച്ചിരുന്ന 3 ഗ്രന്ഥങ്ങളിൽ മഹാകാലയന്ത്രമെന്ന ഭൂമിയുടെ ആ ഗ്രന്ഥം സൂര്യൻ തൻ്റെ യോഗനയനങ്ങളിലൂടെ കണ്ടുപിടിച്ചു. ആരോമൽ ആ സ്പന്ദിക്കുന്ന ഗ്രന്ഥം കൈകളിലെടുത്തു. ഒരു ചെറു കുറുകലോടെ ആ ഗ്രന്ഥം അവൻ്റെ കരതലങ്ങളിൽ ഇരുന്ന് അവൻ്റെ നെഞ്ചോടമർന്നു. അവർ അറയുടെ വെളിയിലെത്തി. പെട്ടെന്ന് 3 കൗപീനധാരികളായ സന്യാസിമാർ എവിടെ നിന്നോ അവിടെ പ്രത്യക്ഷമായി. അവരുടെ ശരീരത്തിൽ പലയിടത്തായി വെളുത്ത മഞ്ഞുകണങ്ങൾ പറ്റിപ്പിടിച്ചിരുന്നു. ഐസിൽ നിന്നും വന്നതുപോലെ അവരുടെ മെല്ലിച്ച ശരീരത്തിൽ നിന്നും മഞ്ഞിൻ കണങ്ങൾ പറക്കുന്നുണ്ടായിരുന്നു. അവർ മൂവരും പുഞ്ചിരിയോടെ നിന്നു. ഗ്രന്ഥം അവരെ ഏൽപ്പിക്കൂ, ആരോമലിനോടായി ഫാദറാണ് പറഞ്ഞത്. അനുസരണയോടെ ആരോമൽ ആ ഗ്രന്ഥം അവരിൽ ഒരാളുടെ കരങ്ങളിലേക്ക് കൊടുത്തു. മനുഷ്യായുസ്സിൽ മഹാകാലയന്ത്രമെന്ന വിശുദ്ധ ഗ്രന്ഥം കൈകൊണ്ട് സ്പർശിക്കുവാൻ ഭാഗ്യം കിട്ടിയ നിങ്ങളുടെ ഇനിയുള്ള തലമുറകൾ സുകൃതം ചെയ്തവരായിരിക്കുന്നു. സന്യാസിമാരിൽ ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. സന്യാസിമാർ മൂവരും ആരോമലിന്റെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. എല്ലാവരെയും അലിവോടെ അനുഗ്രഹത്തോടെ അവർ മൂവരും നോക്കി. ആ സന്യാസിമാരുടെ മുഖത്ത് അപാരമായ തേജസ് വഴിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പിന്നീടവർ ശൂന്യമായ ആകാശമണ്ഡലത്തിലേക്ക് നടന്നു കയറി. ആ വിശുദ്ധ ഗ്രന്ഥം അവരിൽ ഒരാളുടെ നെഞ്ചിൽ ഭദ്രമായി ചേർത്തുവച്ചിരുന്നു. പിന്നീടവർ മെല്ലെ പറന്നുയർന്നു, പക്ഷികളെപ്പോലെ. ആ കാഴ്ച എല്ലാവരും നോക്കി നിന്നു, നിറഞ്ഞ ഹൃദയത്തോടെ. അപ്പോൾ എവിടെ നിന്നോ അവിടാകെ ചന്ദന സൗരഭ്യം പടർന്നു.